നമസ്കാരം. കേരളം കാത്തിരുന്ന നിർണായക വിധി എത്തിയ സമയമാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത്. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണ്. ഗ്രീഷ്മയ്ക്ക് പ്രായത്തിൽ ഇളവ് നൽകാനാകില്ല. ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചു കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് വിധി പ്രസ്താവത്തിനിടെ കോടതി പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവും. വിധി കേട്ട ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഷഫീദ്, നിർണായകമായ കോടതി വിധി, വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു പ്രതിക്ക്. പല കാര്യങ്ങളും വളരെ കൃത്യമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആസൂത്രിതമായി സമർത്ഥമായി തന്നെ നടപ്പാക്കിയ കൊലപാതകമാണ്. ഇത്രയും സ്നേഹിച്ച് പ്രണയിച്ചിരുന്ന 2 പേർ തമ്മിൽ ഇത്രത്തോളം ക്രൂരമായ ഒരു കൃത്യം പ്രതിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രതിയുടെ ക്രിമിനൽ സ്വഭാവം തന്നെയാണ്. മുൻപ് ഒരിക്കലും ക്രിമിനൽ സ്വഭാവം കാണിച്ചിരുന്നില്ല എന്ന പ്രതിഭാഗം വക്കീലിന്റെ അഭിഭാഷകന്റെ ആ ഒരു വാദം അതിനെ തള്ളുന്നതാണ് ഇന്നത്തെ കോടതി വിധിയിലുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ. പൊട്ടിക്കരയുകയായിരുന്നു ഷാരോണിന്റെ മാതാപിതാക്കൾ. അതേസമയം നിർവികാരയായാണ് വിധി കേട്ടിരുന്നത് പ്രതി. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം ഷഫീദ് റാവുത്തർ പറയൂ. വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഷാരോണിന്റെ പ്രണയത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആ സംഭവത്തെ അതിനെയൊക്കെ കോടതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി പ്രതി ഗ്രീഷ്മയ്ക്ക് ഡെത്ത് പെനാൽറ്റി നൽകിയത്. നാടകീയ സംഭവങ്ങൾക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി സാക്ഷിയാകുന്നതും നമ്മൾ കണ്ടു. രാവിലെ 11 മണിക്ക് ആദ്യ കേസായിട്ടാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കോടതി എടുത്തത്. ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിക്ക് പുറത്തായിരുന്നു. എന്നാൽ ശിക്ഷാവിധി പ്രസ്താവിക്കുന്ന സമയത്ത് അവർ അകത്ത് വേണമെന്ന് ജഡ്ജ് AM ബഷീർ പറഞ്ഞു. അതിനുശേഷം അവർ അകത്തേക്ക് കയറിയതിനു ശേഷമാണ് 586 പേജുള്ള വിധിന്യായം കോടതി വായിച്ചത്. ആദ്യം തന്നെ പോലീസിന് അന്വേഷണ മികവിന് അഭിനന്ദനം അറിയിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് പോലീസിന്റെ അന്വേഷണം അത് പേരെടുത്ത് പ്രശംസിച്ചു കോടതി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, അതിനുശേഷം ശിക്ഷാവിധിയിൽ കോടതി ആദ്യം പറഞ്ഞ കാര്യം കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പറഞ്ഞത് കോടതിയുടെ പ്രതിഭാഗത്തിന്റെ ശിക്ഷാവിധിയിലെ വാദങ്ങളിൽ പ്രധാനം പ്രതിക്ക് പ്രീ ക്രിമിനൽ ഇൻസിഡന്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനെ കോടതി അമ്പേ ചിറകരിഞ്ഞ് കളയുന്നതും നമ്മൾ കോടതി മുറിക്കുള്ളിൽ കണ്ടു. കോടതി പറഞ്ഞത് ജ്യൂസ് ചലഞ്ചിനെ കുറിച്ചാണ്. അതായത് കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തും മുൻപ് ജ്യൂസ് ചലഞ്ച് നടത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം പ്രതി നടത്തിയിരുന്നു. IPC 307 ആ രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പോലീസ് ആ വകുപ്പ് ചുമത്തിയില്ല. പക്ഷേ ഈ വിവാഹം ഉറപ്പിച്ച ശേഷം ഗ്രീഷ്മ ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ അത് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. രണ്ടാമത്തെ പ്രതിഭാഗത്തിന്റെ ശിക്ഷാവിധിയിലെ വാദം പ്രായം പരിഗണിച്ചുള്ള ഇളവാണ്. എന്നാൽ അതും കോടതി അപ്പാടെ തള്ളിക്കളഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണ്, പ്രായത്തിന്റെ ഇളവ് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി കോടതി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചുവെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള വൈകാരിക കാര്യങ്ങൾ കൂടി കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. മാത്രമല്ല, ഷാരോണിന് പരാതി ഉണ്ടോ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ, അങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ക്രൂരതയ്ക്ക് തൂക്കുകയർ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുതന്നെ ഒട്ടൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്ന വിധിയുമാണ്. ജീവപര്യന്തം വേണം, കൂടുതൽ പഠിക്കണം എന്നൊക്കെയുള്ള പ്രതിയുടെ പ്രായം പരിഗണിക്കണം. അത്തരത്തിലുള്ള ഒരു പരിഗണനയും നൽകിയിട്ടില്ല. ഇപ്പോൾ വിധി എത്തിയിരിക്കുന്നു. കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു കേസിന്റെ വിധിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്, തിരുവനന്തപുരം.